സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. നാം നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മലബാർ സഭ നാളെ ബുധനാഴ്ച ആഗോള സഭ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ചിന്തകൾ, ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ദൈവത്തോട് അടുക്കുവാൻ, പരിശുദ്ധനായ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ കുറവുകളുമായി വരുമ്പോൾ ആ കുറവുകൾ തിരിച്ചറിഞ്ഞ് അതോർത്തും തമ്പുരാനോട് മാപ്പ് ചോദിക്കാനൊന്ന് എളിമപ്പെടാൻ, വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കാനൊക്കെയുള്ള പ്രബോധനമാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ചത് മൗനമായിരിക്കുക. നമ്മൾ സംസാരത്തിലൂടെയാണ് കൂടുതലും പ്രശ്നം ഉണ്ടാകുന്നത്. തർക്കം, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തർക്കിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. സാത്താൻ യേശുവിനെ പ്രകോപിപ്പിച്ചു. എല്ലാ രീതിയിലും യേശുവിനെ പീഡാസന സമയത്തും യേശു ഒരക്ഷരവും മിണ്ടിയില്ല. തൻ്റെ ഉള്ളിലെ, കാരണം ദൈവികത എന്ന് പറയുന്നത് സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. യേശുവിലെ ദൈവികത യേശുവിൻ്റെ സ്നേഹമാണ്. ദൈവപിതാവിനോടും മനുഷ്യവർഗത്തോടുമുള്ള യേശുവിൻ്റെ സ്നേഹം അത് നഷ്ടപ്പെട്ടു പോയാൽ എളുപ്പം മനുഷ്യരോടുള്ള സ്നേഹം, കാരണം അത്രമാത്രമായിരുന്നു അവനെ വാക്കിൽ കൊടുക്കാനായിട്ട് യഹൂദരും നിയമജ്ഞരും പരിചയ പ്രമാണികളൊക്കെ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ, യേശു പ്രസംഗിക്കുമ്പോൾ ഏറ്റവും മുമ്പിൽ വന്നിരുന്നത് അവരാണ്. യേശുവിനെ കൊടുക്കാൻ എന്തിനാ സാത്താൻ അവരെ ഉപയോഗിച്ചു? യേശുവിൻ്റെ ഉള്ളിലെ സ്നേഹം എടുത്തു മാറ്റാൻ വേണ്ടി. കാരണം യേശുവിലെ സ്നേഹമാണ് ദൈവികത. 1 യോഹന്നാൻ 4:8-16 നമ്മൾ ചിന്തിച്ചു, ദൈവം സ്നേഹമാണ്. സ്നേഹമില്ലെങ്കിൽ ദൈവം ദൈവമല്ല. അപ്പൊ യേശുവിന്റെ ദൈവികത മാറ്റണമെങ്കിൽ യേശുവിന്റെ സ്നേഹം എടുത്തു മാറ്റിയാൽ മതി. നമ്മളും ഇന്ന് ദൈവമക്കളായിരുന്നു നമ്മളുടെ ഉള്ളിൽ സ്നേഹം നഷ്ടപ്പെട്ടതിനാണ് നമ്മളിന്ന് വീണുപോയിരിക്കുന്നത്. ഒന്നെങ്കിൽ ദൈവത്തോട്, അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും, അല്ലെങ്കിൽ നമ്മോട് തന്നെ. സ്നേഹം എന്ന് പറയുമ്പോൾ സ്വയം ഇല്ലാതായിത്തീരുന്നു. എൻ്റെ പ്രവർത്തനം അങ്ങനെയാണ്. സ്വയം ഇല്ലാതായിത്തീരുക, മറ്റുള്ളവർക്ക് വേണ്ടി ഇല്ലാതായിത്തീരുക. അതാണ് സ്നേഹത്തിൻ്റെ പ്രകടനം, വെളിപ്പെടുത്തൽ. ഒരാളോട് ക്ഷമിക്കുമ്പോഴാണ് സ്നേഹം അനുഭവമായ മറ്റൊരാൾക്ക് ലഭിക്കുക. അപ്പം ദൈവത്തിന് മുമ്പിൽ നമ്മളുടെ ജീവിതം നമ്മൾ എളിമപ്പെടുത്തുമ്പോഴാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രകടനം. പരിശുദ്ധ കന്യാമറിയം ദൈവത്തിന് മുമ്പിലേക്ക് തന്റെ ജീവിതം അടിയറവെച്ചു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ. എൻ്റെ ഇഷ്ടമൊക്കെ മാറ്റി. നമ്മൾ ഈ നോമ്പിലൂടെ നാളെ പ്രവേശിച്ചവരും നാളെ പ്രവേശിക്കാൻ ആഗോളസഭ പ്രവേശിക്കുമ്പോഴൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് ദൈവ ഇഷ്ടം നിറവേറാൻ. നാളെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ഏറ്റവും നല്ല ഇഷ്ടം. നമ്മൾ അറിയേണ്ടത്. എല്ലാം അറിയുന്ന അനന്തജ്ഞാനിയായ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ളൊരു പദ്ധതിയുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും നമ്മളെക്കുറിച്ച് ആഗ്രഹങ്ങളും പദ്ധതികളുമുണ്ട്. സാത്താനും നമ്മെക്കുറിച്ച് നശിപ്പിക്കുവാനുള്ളൊരു പദ്ധതിയുണ്ട്. അപ്പം നമ്മളിതിൻ്റെ ഇടയിൽ നിന്ന് ഞെരുങ്ങുകയാണ്. അവിടെയാണ് നമ്മുടെ ദൈവിക ജ്ഞാനത്തിൽ പൂർണ്ണമായ നമ്മുടെ ആശകളും ആഗ്രഹങ്ങളും എന്തെല്ലാമാണ് നമുക്കുള്ളത്, അതെല്ലാമായി. നമ്മുടെ പ്രശ്നം എന്താ? അനേകർ പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം ആശകളായിരുന്നു എനിക്ക്, എന്തെല്ലാം കുടുംബജീവിതത്തിലേക്ക് വന്നവൻ എന്തെല്ലാം ആശകളോടെയാണ് ഞാൻ കുടുംബജീവിതത്തിലേക്ക് വന്നത്. ഇന്ന് പലരുടെയും പ്രശ്നമാണ്. പക്ഷെ നമ്മളുടെ ആശകളല്ല, ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് എന്ന് നമ്മൾ അറിയുമ്പോഴാണ് നമ്മുടെ ആശകളൊക്കെ നമ്മൾ മാറ്റിവെക്കുകയാണ്. ദൈവമേ, നിന്റെ ഹിതം നിറവേറാൻ പരിശുദ്ധ കന്യാമറിയം ചെയ്തതുപോലെ ദൈവവചനത്തിന് മുമ്പിൽ, യേശുവിന് മുമ്പിൽ, ദൈവത്തിന് മുമ്പിൽ ജീവിതം അടിയറച്ചു. ആ ഒരു സമർപ്പണമാണ് ഈ നോമ്പിലൂടെ നമുക്ക് ലഭിക്കേണ്ടത്. നമ്മുടെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. പണ്ട് കാലത്ത് നമുക്കുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ നടക്കാതെ പോയതുമുള്ള എന്തെല്ലാം പരാതികളല്ലേ. ഭർത്താവിനോട്, ഭാര്യയോട്, അമ്മായിമ്മയോട്, അമ്മായിപ്പനോട്, നാത്തുവിനോട്, സ്വന്തം അപ്പനോട്, അമ്മയോട്, മക്കളോട്, എല്ലാവരോടും, ജോലി സ്ഥലത്ത്, എവിടെയും എല്ലായിടത്തും നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടന്നില്ല എന്നുള്ള ഒരു പരാതി നമുക്കുണ്ട്. നമ്മളിത് അറിയേണ്ടത്, ദൈവം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മളുടെ ചില ആഗ്രഹങ്ങൾ നടക്കാതിരുന്നത്. അതുകൊണ്ട് സാരമില്ല, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച്, തന്നെ പരിത്യജിച്ച് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, എനിക്ക് കിട്ടേണ്ട പലതും കിട്ടുന്നില്ല, സാരമില്ല. ആ ഒരു കാഴ്ചപ്പാടോടെ ആരെയും കുറ്റം പറയാതെ,
കുറ്റം ആരുടെ മേലും ആരോപിക്കാതെ നമ്മുടെ ജീവിതം ദൈവത്തിന് തിരുമുമ്പിലായിരിക്കുന്ന പോലെ അടിയറ വയ്ക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഉപവാസം. നമ്മൾ പലപ്പോഴും ചിന്തിച്ചാണ് ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം ചിന്തിച്ചാൽ ഉപവാസം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാറുണ്ട്, പലപ്പോഴും പറഞ്ഞതിലാണ് മലയാളത്തിലെ ഉപപ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിക്ക് കീഴ്പ്പെട്ടുള്ള മന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ തൊട്ട് താഴെയുള്ള പ്രധാനമന്ത്രിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള മന്ത്രിയാണ് ഉപപ്രധാനമന്ത്രി. അല്ലെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതിയുണ്ട്. ഉപ എന്ന് പറയുമ്പോൾ കീഴ്പ്പെട്ട് നിൽക്കുക എന്നാണ്. ഉപവാസം എന്ന് പറഞ്ഞാൽ കീഴ്പ്പെട്ട് വസിക്കുക എന്നാണ്. ദൈവത്തിന് വിധേയപ്പെട്ട് വസിക്കുന്നതാണ് ഉപവാസം. അത് നമ്മൾ കുറെ ഏതെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കുന്നതല്ല, ദൈവത്തിന് വിധേയപ്പെടുന്നതാണ് ഉപവാസം. അതുപോലെ മറ്റുള്ളവരെയും അംഗീകരിച്ചുകൊണ്ട് ഞാനും അവരും ഒരുപോലെയാണ്, ഞാൻ അവരെക്കാളും മെച്ചമൊന്നുമല്ല എന്നുള്ള അറിവിൽ ഞാൻ അവർക്കും എന്നെ തന്നെ അല്ലെ അവരോടൊപ്പമെങ്കിലും എന്നെ ഞാൻ കാണുന്ന താഴ്ത്തിക്കൊണ്ടുവരുന്ന കീഴ്പ്പെട്ട് കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തിയാണ് ഉപവാസം. അത് ഭക്ഷണത്തിലല്ല, നമ്മുടെ പ്രവൃത്തിയിലും മനോഭാവത്തിലും കൊണ്ടുവരേണ്ടതാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഈ ദൈവവചനം നമ്മളെ ഇന്ന് ഓർപ്പിക്കുന്നത് ആഗോള സഭയിൽ നാളെ ആരംഭിക്കുകയാണ്. ചെറുമാള സഭയിൽ ആരംഭിച്ചു കഴിഞ്ഞ് ഇന്നലെ. അപ്പം ഇന്ന് പ്രഭാഷകൻ 35 നമ്മൾ ബലിയായി അർപ്പിക്കുകയാണ്. ആ നോമ്പിലൂടെ 50 ദിവസം നമ്മളെ ഇല്ലാതാക്കണം, ബലിയായി അർപ്പിക്കുകയാണ്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ബലി അർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങൾ, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബലി അർപ്പിക്കുന്ന ഒരു സമയമാണ് ഈ വരുന്ന ഉപവാസത്തിൻ്റെ ദിവസങ്ങളൊക്കെ. അവിടെ പറയുന്നത് പ്രഭാഷകൻ 35 സിറാക്ക് 35, നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ്. ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ടാണ് നമ്മൾ ബലി അർപ്പിക്കുന്നത്. അപ്പം നമ്മൾ ദൈവവചനം പാലിക്കുകയാണെങ്കിൽ ദൈവവചനം പാലിച്ചുകൊണ്ടുള്ള ബലി അർപ്പണമാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും നിയമം ദൈവവചനം പാലിക്കാതെ പോയി ബലി അർപ്പിക്കുന്നത് കൊണ്ട് നമ്മുടെ ബലികളൊന്നും സ്വീകാര്യമല്ലാതെ പോവുകയാണ്. അത് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയായിരിക്കാം, മരിച്ചവർക്ക് വേണ്ടിയാക്കാം. എന്തുമാത്രം കുർബാന നമ്മൾ ചെല്ലിക്കുന്നുണ്ടല്ലേ. അത് നമ്മൾ ദൈവവചനം പാലിച്ചുകൊണ്ട് നീ ബലിയർപ്പണത്തിനായി അല്ലേ ദേവാലയത്തിലേക്ക് ബലിപീഠത്തെ സമീപിക്കുമ്പോൾ മത്തായി 5-ാമത്തെ അധ്യായത്തിൽ 23 ഈശോ, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് ബലി അർപ്പിക്കുക. കാരണം എന്താ, നമ്മൾ അവനുമായിട്ട് അല്ലെങ്കിൽ അവളുമായിട്ട് നമ്മൾ ഉയർന്ന നിൽക്കുന്നതാണ് നമുക്കുണ്ട്. അവരുമായിട്ട് ഒന്ന് രമ്യതപ്പെടാൻ, ഒന്ന് ഒരുപോലെ ആകാനായിട്ട്, ഒരുപോലെ ആയി തീർന്നിട്ട് വന്ന് ബലിയർപ്പിക്കാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ ബലി യോഗ്യമായി. കാരണം സ്നേഹത്തോടെയാണ്. ദൈവം സ്നേഹമാണ്. അനുരഞ്ജിതരായി തീർന്നിടാമെന്ന് സിർമൽവ കുർബാനയിൽ നമ്മളിതൊരു പാട്ടായിട്ട് മാറിയില്ലേ. നമ്മളിതൊരു പാട്ടാണ് അല്ലേ. നമ്മളെല്ലാം ഇന്ന് പാട്ടിൻ്റെ ട്യൂണും ഒക്കെ നമ്മൾ ആസ്വദിച്ചു പോവുകയാണ്. കുർബാനയുടെ ഞാൻ കുറ്റപ്പെടുത്തില്ല കേട്ടോ, ഞാൻ എൻ്റെ കാര്യം പറയുന്നു. പലപ്പോഴും നല്ല കുർബാന, നല്ല പാട്ടായിരുന്നു, നല്ല കൊയറായിരുന്നു, നല്ല രസമായിരുന്നു കേൾക്കാൻ. പക്ഷെ നമ്മുടെ ആത്മാവിലേക്ക് എന്തുമാത്രം അനുരഞ്ജനം കടന്നു ചെല്ലുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിത്യ കുർബാനയിൽ ഇങ്ങനെ മലയാളത്തിൽ പറയാറുണ്ട്, നമുക്ക് ഈ ബലി യോഗ്യതയോടെ അർപ്പിക്കാൻ തക്കവണ്ണം നമുക്ക് നമ്മുടെ പാപങ്ങളെ ഓർത്തൊന്ന് അനുദപിക്കാം. ആ ഒരു രീതിയിലാണ് നിത്യ കുർബാനയിൽ അവതരിപ്പിക്കുന്ന ഒറ്റ വാക്കിൽ. നമ്മളുടെ ജീവിതത്തിൽ ഈ ഒരു മേഖല ആവശ്യമാണ്. അതായത് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മോശ ആ കത്തുന്ന മുൾപ്പടപ്പിൽ ദൈവത്തിന്റെ സ്വരം കേട്ടുകൊണ്ട് അടുത്തു വന്നപ്പോൾ മോശയോട് പറയുന്ന, മോശയെ പേര് വിളിച്ചവൻ അടുത്തു വരരുത്, നീ നിൽക്കുന്ന ഈ സ്ഥലം അതിവിശുദ്ധമാണ്, നിന്റെ പാദങ്ങളിലെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുക. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ല, ആത്മാവിൽ അവിടെ സന്നിഹിതനായിരിക്കുന്ന ദൈവം, നമ്മുടെ ആത്മാവിനെയാണ് ദൈവം കാണുക. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും, നമ്മുടെ ആത്മാവ് കളങ്കിതമായ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മനോഭാവങ്ങൾ, ശരീരത്തിൻ്റെ തെറ്റായ പ്രവൃത്തികൾ, ദുശീലങ്ങൾ, നമ്മൾ പള്ളിയിൽ വരുമ്പോൾ തലേദിവസം രാത്രിയിൽ കുടിച്ച് മദ്യപിച്ചിട്ട് അല്ലെങ്കിൽ എന്തെല്ലാമൊക്കെ ആണ് നമ്മൾ പാപം ചെയ്തിട്ട് ഏതെല്ലാം രീതിയിൽ വിശുദ്ധിയില്ലാതെ നമ്മൾ രാവിലെ വന്ന് ബലിയർപ്പണത്തിന് വരിക. ഈ പറയുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ഞാൻ കുറച്ചു മറ്റുള്ള വിഭാഗങ്ങൾ അല്ലേ, ക്രിസ്ത്യാനികളല്ലാത്തവർ എത്ര തീഷ്ണതയോടെയാണ് അവർ നോമ്പൊക്കെ എടുക്കുന്നത്. അവർക്ക് നമ്മളെ അറിയാവുന്നെന്ന് ക്രിസ്തുവിനെ അറിയാവുന്നെന്ന് പറയുന്നത് നമ്മൾ ക്രിസ്തുവിനെ യാതൊരു ബഹുമാനമില്ലാതെയാണ് ബലിപീഠത്തെ സമീപിക്കുന്നത്.
മറ്റുള്ളവരൊക്കെ അവരുടെ ഒന്നെങ്കിൽ മലയ്ക്ക് പോകുന്നു അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നത് വളരെ തീഷ്ണതയോടെയാണ്. അവർക്ക് ഒന്നുകിൽ ഉള്ളിൽ ശരിക്ക് പോയില്ലെങ്കിൽ അത് ശരിയാകില്ല എന്നൊരു ബോധ്യമുള്ളത് കൊണ്ടാണ്. നമ്മുടെ എന്തുമാത്രം നമ്മൾ കമ്പയർ ചെയ്യണം. നമുക്ക് ഏറ്റവും അറിവുള്ള ഏറ്റവും വലിയ കൃപയിലെ ലോകത്തിൻ്റെ രക്ഷകനായ യേശുവിനെ അറിഞ്ഞ നമ്മൾ അവനെ അറിയാത്ത മട്ടിലാണ് ഇപ്പോൾ പലപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഹൃദയത്തിൽ തട്ടാതെ അതരം കൊണ്ട് മാത്രം ഈ ജനം എന്നെ സ്തുതിക്കുന്നുവെന്ന്, അവരുടെ ഹൃദയമോ എന്നിൽ നിന്ന് വളരെ അകലെയാണെന്ന് യെശയ്യായെന്ന് പറഞ്ഞതുപോലെ അനുതാപത്തോടെയും ദൈവവചനം പാലിക്കാതെ തീരുമാനത്തോടെയും ആണ് പ്രഭാഷകൻ 35 പറഞ്ഞത്. കൽപ്പനകൾ അനുസരിക്കുന്നത് ഇനി പലതരത്തിലുള്ള ബലികളുണ്ടെന്ന് യഹൂദർക്ക്, സമാധാന ബലി, ദഹന ബലി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യബലിക്ക് തുല്യവുമാണ്. ധാന്യബലി അല്ലെ, സമാധാന ബലി എന്ന് പല ബലികളുണ്ട് അവർക്ക്. അന്ന് യഹൂദരുടെയാണ് കൃതജ്ഞതാ ബലി. ഇവിടെ പറയണം, അപ്പം കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ധാന്യബലിക്ക് തുല്യമാണ്. ഭിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നു. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്. അടുത്തത് പാപപരിഹാര ബലി. അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ്. പിന്നെ അടുത്ത് പറയാണ്, വെറും കൈയോടെ കർത്താവിനെ സമീപിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മെ തന്നെ നമുക്ക് പറയാം. നമ്മൾ പള്ളിക്ക് നേർച്ചയിടാൻ രാവിലെ എന്തെങ്കിലും പള്ളിക്ക് നേർച്ചയിടാനുള്ള കാശെടുത്തോടി, പള്ളിക്ക് നേർച്ചയിടാനുള്ള എൻവലപ്പ് എടുത്തോടി. അതൊരു ചടങ്ങായി മാറി. ഇന്ന് നമ്മളുടെ പള്ളിയിൽ പോകുന്നത് നേർച്ചയിടാനായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മളെ തന്നെ നേർച്ചയായി, നമ്മളെ തന്നെ കാഴ്ചയായി കൊടുക്കുന്ന അല്ലേ വെറും കൈയോടെ കർത്താവിനെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹൃദയവും മനസ്സും ആത്മാവും. തീർച്ചയായിട്ടും നമ്മൾ പണത്തിൻ്റെ പള്ളിക്കുള്ള ദശാംശം കൊടുക്കുക, അല്ലെ പള്ളിക്കുള്ള പദാരം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. അതേസമയം തന്നെ നമ്മളുടെ ജീവിതം ക്രിസ്തുവിനോട് ചേർത്ത് വെക്കുവാനുള്ള ഒരു പ്രവൃത്തിയാണ് ബലിയർപ്പണം. നമ്മൾ തന്നെയാണ് ബലിവസ്തുക്കൾ. അപ്പവും വീഞ്ഞും ഇന്ന് ക്രിസ്തീയ രീതിയിൽ നമ്മൾ അപ്പവും വീഞ്ഞും കാഴ്ചയായി സമർപ്പിക്കുമ്പോൾ അത് നമ്മുടെ പ്രതീകമാണ്. പുരോഹിതൻ അപ്പവും വീഞ്ഞും സമർപ്പിക്കുമ്പോൾ നമ്മളും അതോടൊപ്പം നമ്മളുടെ ജീവിതവും സമർപ്പിക്കണം, നമ്മളെ തന്നെ സമർപ്പിക്കണം. അത് പുരോഹിതൻ മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല. നമ്മൾ അതിലെ ബലിയിൽ നമ്മൾ ബലിവസ്തുവായി മാറുകയാണ്. പുരോഹിതൻ ക്രിസ്തുവിനെ പ്രതികരിക്കുകയാണ്. അവിടെ ബലി പൂർത്തിയാകുന്നത് ക്രിസ്തുവിലൂടെയാണ്, കാൽവരി. അപ്പൊ നമ്മളുടെ ജീവിതത്തിൻ്റെതായ പാപഭാരങ്ങൾ നമ്മൾ അനുതാപത്തോടെ അല്ലെ പരസ്പരം നമ്മൾക്ക് ആരോടെങ്കിലും ഒക്കെ നമുക്ക് രമ്യതപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ ആ വ്യക്തികളെയൊക്കെ സ്നേഹത്തോടെ കൊണ്ടുപോകണം. ഈശോ, എനിക്ക് ഇവരുമായിട്ട് പ്രശ്നമാണല്ലോ കർത്താവ്, ഇന്ന് അനുരഞ്ജനപ്പെടാൻ പറ്റുന്നില്ല, ഞാൻ അവരെയും ഈ ബലിയിലേക്ക് കൊണ്ടുവരികയാണ്. നമ്മുടെ ജീവിത പ്രശ്നങ്ങള്, രോഗങ്ങള്, കുടുംബത്തിലെ സാമ്പത്തികം എന്തോ ആട്ടെ, നമ്മുടെ ജീവിതഭാരം, ഞാൻ പറഞ്ഞ അപ്പവും വീഞ്ഞും അത് പ്രാർത്ഥന നമ്മൾ ലത്തീൻ കുർബാനയിൽ അത് വളരെ വ്യക്തമായിട്ട് അല്ലെ, മണ്ണിൽ നിന്നും എടുക്കപ്പെട്ട fruit of the word and work of the human hand, it will become our spiritual bread. വീഞ്ഞ് കാഴ്ചവെക്കുമ്പോൾ മണ്ണിൽ നിന്നും എടുത്ത മണ്ണിലെ വളത്ത് നിന്ന് വലിച്ചെടുത്ത് വീഞ്ഞ് മുന്തിരിച്ചാറാക്കിയ ഈ മുന്തിരിച്ചാർ സമർപ്പിക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്നും പാപം വലിച്ചെടുത്ത ഈ ജഡത്തിന്റെ ഈ പാപം ഈ മണ്ണിൽ നിന്നും ആ മുന്തിരിച്ചാറല്ലേ ഗോതമ്പ് ചെടി എന്തെല്ലാം മാലിന്യം വലിച്ചെടുത്താണ്, ഗോതമ്പ് വളം വലിച്ചെടുത്താണ് ഗോതമ്പ് മണികൾ ഉണ്ടായത്, പൊടിച്ചെടുത്താണ് അപ്പം ഉണ്ടായത്. ദൈവമേ, ഈ ലോകത്തിൽ നിന്നും മലിനമായ എൻ്റെ ജീവിതം, ഈ ലോകത്തിന്റെ പല കാര്യങ്ങളുടെ പിന്നാലെ പോയി മലിനമായി ഞാൻ വലിച്ചെടുത്ത പാപഭാരവുമായി എൻ്റെ ഹൃദയവും മനസ്സും ആത്മാവും ശരീരവും എനിക്കുള്ളവരെ ഞാൻ നിന്റെ തിരുമുമ്പിലേക്ക് അപ്പത്തോട് ചേർത്ത് കാഴ്ചവെക്കുകയാണ്. ഈ വീഞ്ഞ് ലോകത്തിന്റെ സകല വളവും മാലിന്യവും വലിച്ചെടുത്ത് മുന്തിരി ഉണ്ടായ അതിൽ നിന്നും പിഴിഞ്ഞെടുത്ത ചാറ്. ദൈവമേ, എൻ്റെ സ്വഭാവ ദൂഷ്യങ്ങൾ, എൻ്റെ അശുദ്ധി, എൻ്റെ ബലഹീനതകൾ, എൻ്റെ തഴക്കദോഷങ്ങൾ, എൻ്റെ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെയും ഈ ഭൂമിയിൽ നിന്ന് എനിക്ക് കിട്ടിയതെല്ലാം ഈ മുന്തിരിച്ചാറിനോട് ഞാൻ കാഴ്ചവെക്കുന്നു. കർത്താവ് പെസഹരാത്രിയിൽ അപ്പമെടുത്ത് അത് പറഞ്ഞപ്പോൾ അത് അവൻ്റെതായി മാറി. ഞാൻ പറയും, നമ്മളുടെ രോഗങ്ങൾ അവൻ്റെ ശരീരത്തിലെ മുറിവായി മാറുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള രോഗങ്ങൾ യേശുവിൻ്റെ ആ ദിവ്യകാരുണ്യ ശരീരമായത് മാറുമ്പോൾ നമ്മളിത് കാഴ്ചവെക്കുമ്പോൾ, വിശ്വാസത്തോടെ കാഴ്ചവെക്കുമ്പോൾ, ഒരുക്കത്തോടെ വിശുദ്ധിയോടെ
അനുരഞ്ജനപ്പെട്ടുകൊണ്ട്, സഹോദരനുമായി അല്ല മറ്റുള്ളവരുമായി അനുരഞ്ജനപ്പെട്ടുകൊണ്ട്, ദൈവവുമായി അനുരഞ്ജനപ്പെട്ടുകൊണ്ട് നാം ആ ബലിയിൽ കാഴ്ചവെക്കുമ്പോൾ കൂദാശ വചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ, ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ, എൻ്റെ രക്തമാണെന്ന് പറയുമ്പോൾ, നമ്മൾ അതോടൊപ്പം ചേർത്ത് വെച്ച് നമ്മുടെ രോഗങ്ങൾ യേശുവിൻ്റെ ശരീരത്തിലെ മുറിവായി മാറുകയാണ്. അവിടെയാണ് നമുക്ക് സൗഖ്യം. അവൻ്റെ മുറിവിനാൽ നമുക്ക് സൗഖ്യം. യെശയ്യാ 53 പറഞ്ഞ ആ വാക്ക് യഥാർത്ഥത്തിൽ ഇന്ന് നടക്കുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. നമ്മൾ കാഴ്ചവെച്ചെങ്കിൽ, നല്ല ബോധ്യത്തോടെ, വിശുദ്ധിയോടെ, ഒരുക്കത്തോടെ നമ്മളത് കാഴ്ചവെച്ചെങ്കിൽ, നമ്മൾ കാഴ്ചവെച്ച ആ രോഗമുണ്ടല്ലോ, അത് യേശുവിൻ്റെ അപ്പത്തോടൊപ്പം അപ്പം യേശുവിൻ്റെ ശരീരമായി മാറുമ്പോൾ അതോടൊപ്പം കാഴ്ചവെച്ച് നമ്മുടെ രോഗം അവൻ്റെ ശരീരത്തിലൊരു മുറിവായി അവൻ ഏറ്റെടുക്കുകയാണ്. ഇതാണ് വെളിപാട് 5 ഇന്നും ദൈവസന്നിധിയിലെ തല മുതൽ പാദം വരെ മുറിവേറ്റ ഒരു കുഞ്ഞാട്, രക്തമൊലിക്കുന്ന ഒരു കുഞ്ഞാടായിട്ടാണ് യേശു ഇപ്പോൾ നിൽക്കുന്നത്, വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരുന്നത് വരെയും. അപ്പം നമ്മൾ ഈ ബലിയർപ്പണം പ്രിയമുള്ളവർ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഈ നോമ്പിലൂടെ പോകുമ്പോൾ നമ്മളെ തന്നെ കാഴ്ചവെക്കണം. നമ്മൾ ക്രിസ്തുവുമായി ഒന്നായിത്തീരുന്നത് ഹോളി കമ്മ്യൂണിയൻ. നമ്മൾ ഈ കൂട്ടായ്മ വിശുദ്ധ കുർബാനയുമായിട്ട് അങ്ങേയറ്റം അഭേദ്യമായൊരു ബന്ധത്തിൽ പോകുന്നൊരു കൂട്ടായ്മയാണ്. നല്ല ബോധ്യത്തോടെ, നല്ല ബോധ്യം, ഒരു സംശയമില്ല. നമുക്കെല്ലാം ഏതെല്ലാം അനുഗ്രഹങ്ങൾ എവിടെയെല്ലാം കിട്ടിയിട്ടുണ്ട്. ഈശോ ഇന്നും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഉത്ഥാനം ചെയ്ത കർത്താവ് കൂദാശയെ നമുക്ക് കാണപ്പെടും. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയൊക്കെ രൂപത്തിലാണ്. പക്ഷേ അവനൊരു വ്യക്തിയാണ്. മരിച്ചുയർത്ത യേശു അപ്പസ്തലന്മാർക്ക് കാണപ്പെട്ട അതേ യേശുവാണ് വിശുദ്ധ ബലിവേദിയിൽ വന്ന് അണയുന്നത് കൂദാശയിലൂടെ. നമ്മളത് അറിയണം. ഒരു ചടങ്ങൊന്നുമല്ല. നമ്മുടെ നീതിയോടെ നീതിമാന്റെ ബലിപീഠത്തെ അഭിഷേകം ചെയ്യും. നമ്മളെ അർപ്പിക്കും. നമ്മളെ തന്നെ അർപ്പിക്കുമ്പോൾ നീതിയോടെ, അല്ലെങ്കിൽ നമ്മളെ ക്ഷമിച്ച് കരുണ കാണിച്ചുകൊണ്ടൊക്കെ അർപ്പിക്കുമ്പോൾ എന്തൊരു സ്വർഗം തുറക്കപ്പെടുകയാണ്. സ്വർഗം തുറക്കപ്പെടുകയാണ്. അവിടെയാണ് ആ നോഹയുടെ ബലി സ്വീകരിച്ചതുപോലെ, അല്ലെങ്കിൽ അബ്രാഹത്തിന്റെ ബലി പോലെ, ഏലിയായുടെ ബലി പോലെ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങി വന്നുകൊണ്ട് ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പുരോഹിതൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ നമ്മളെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഏലിയായുടെ ബലിവേദിയിലേക്ക് ആ കാളയെ മുറിച്ചു വെച്ച് അതിലേക്ക് ദൈവത്തിന്റെ അഗ്നി ഇറങ്ങിയതുപോലെയും അബ്രാഹാം ഉൽപ്പത്തി 15 തന്റെ കാഴ്ചവസ്തുക്കളുമായി രാവിലെ മുതൽ രാത്രിയാകുന്നത് വരെ കാത്തിരുന്നപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ അബ്രാഹാം മടുത്തുറങ്ങിപ്പോയി. പക്ഷേ ദൂരെ നിന്നും ഒരു തീജ്വാല കടന്നു വന്നുകൊണ്ട് അബ്രാഹാം കാഴ്ചവെച്ച ബലിവസ്തുക്കളോടെ കടന്നുപോയി അബ്രാഹത്തോട് ദൈവം ഒരു ഉടമ്പടി ചെയ്തു. ആമേൻ, ഹല്ലേലൂയ. ഇന്നും നമ്മുടെ യോഗ്യതയോടെ ബലിയർപ്പിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന അഗ്നി നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിച്ച് നമ്മളെ ദൈവമക്കളാക്കുന്ന സ്നേഹാഗ്നി ജ്വാല ഇറങ്ങി വരുന്നുണ്ട്. നമ്മളതിനു വേണ്ടി കാത്തിരുന്ന് വിശുദ്ധിയിൽ സമർപ്പിക്കുന്നെങ്കിൽ നീതിമാന്റെ ബലി സ്വീകാര്യമാണ്. അത് വിസ്മരിക്കപ്പെടുകയില്ല. കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നന്ദിയോടെ. ഞാൻ പലപ്പോഴും നമുക്ക് പരാതികളോടെ വരുന്നത്. നമുക്ക് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ എന്തുമാത്രം അനുഗ്രഹങ്ങൾ ചെയ്ത സങ്കീർത്തനം 50 ആഗോള സഭയിലെ പ്രതിവചന സങ്കീർത്തനം. അവിടെ പറയുന്നുണ്ട് ബലിയർപ്പണത്തോടെ, അതായത് നമ്മൾ ദൈവവുമായൊരു ഉടമ്പടി ചെയ്യുന്നതിൽ എല്ലാവരും ഉടമ്പടി, ദൈവത്തോട് ഉടമ്പടി ചെയ്തത് ബലി സ്വയം സമർപ്പിക്കുന്നതിലൂടെയാണ്. അവർക്കുള്ള അന്നത്തെ ആടുമാടുകളും സമ്പത്തും ഒക്കെ ഇല്ലേ, സോളമൻ ആയിരക്കണക്കിന് ആടുമാടുകളെ ദൈവത്തിന് ബലിയർപ്പിച്ചു. അപ്പോൾ എന്ന് പറയുമ്പോൾ തൻ്റെ സമ്പത്തും തനിക്കുള്ളതെല്ലാം ദൈവത്തിന് മുമ്പിൽ കാഴ്ചയായി സമർപ്പിക്കുമ്പോൾ അത് കഴിഞ്ഞാണ് രാത്രിയിൽ സോളമന് ദൈവം ഒരു ദർശനം കൊടുത്തത്. എന്താണ് നീ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്? നമ്മുടെ ജീവിതം സമ്പൂർണമായി ദൈവത്തിന് അടിയറ വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവം ഇടപെടും, യാതൊരു സംശയമില്ല. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളെ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നേക്കാൾ മെച്ചമായി. ഏറ്റവും വലിയ ജ്ഞാനിയായ സോളമൻ സമ്പത്ത് ചോദിച്ചില്ല, പക്ഷെ ആ സമ്പത്തും കൊടുത്തു, പ്രൗഢിയും പ്രശസ്തിയും എല്ലാം കൊടുത്തു. നമ്മളെ ജീവിതം സോളമൻ ആയിരക്കണക്കിന് ആടുമാടുകളെയും ബലികൾ അർപ്പിച്ചെങ്കിൽ നമ്മുടെ ജീവിതം സമ്പൂർണമായി ദൈവത്തിനായി അനുരഞ്ജനപ്പെട്ടുകൊണ്ട്, മറ്റുള്ളവരുമായി അനുരഞ്ജനപ്പെട്ടുകൊണ്ട്, ദൈവമായി അനുരഞ്ജനപ്പെട്ട് ഒന്ന് നമ്മുടെ ജീവിതം അർപ്പിക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി വന്നുകൊണ്ട്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നുകൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും കൊണ്ട് നമ്മെ നിറയ്ക്കുന്ന ഒരു ദൈവ സാന്നിധ്യമാണ് ഓരോ ബലിവേദിയും. ഈ നോമ്പ് 50 നോമ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ ബലിയർപ്പണം ഒന്ന് ചിന്തിക്കുവാനായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ ഒരുക്കത്തോടെ, സ്നേഹത്തോടെ, മറ്റുള്ളവരുമായി വിശുദ്ധിയോടെയും. അവിടെ പറയാണ്, ദൈവം
ഞാനാണ് നിന്റെ ദൈവം. നിന്റെ ബലികളെക്കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല. നിന്റെ ദഹന ബലികൾ നിരന്തരം എൻ്റെ മുമ്പിലുണ്ട്. കൃതജ്ഞതയായിരിക്കട്ടെ, സങ്കീർത്തനം 50:14 നന്ദി പ്രകടനമായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി എന്ന് പറയുമ്പോൾ പരാതികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ദൈവമേ നന്ദി. യൂക്കറിസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നന്ദി പ്രകടനം എന്നാണ്. യൂക്കറിസ്റ്റ്. അപ്പൊ നമ്മള് നന്ദിയോടെ, നമുക്ക് ഇന്ന് വേണം ഈ നോമ്പ് ആരംഭിക്കുമ്പോൾ നന്ദിയോടെ പരാതിയൊക്കെ മാറ്റി വെച്ചിട്ടല്ലേ, എല്ലാവർക്കും ജീവിത പങ്കാളിയെക്കുറിച്ച്, അമ്മായിപ്പന്, നാത്തൂന്, ജോലി, സമ്പത്ത്, ആരോഗ്യം, ദൈവത്തോട് എല്ലാം പരാതിയാണ്. അതൊക്കെ മാറ്റി വെച്ചിട്ട് എൻ്റെ ദൈവമേ നീ ഇതുവരെ ചെയ്ത അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം നന്മയ്ക്കാക്കി മാറ്റാൻ കഴിവുള്ള സർവശക്തനായ ദൈവമേ നിന്റെ മുമ്പിലേക്ക് ഞാൻ അടിയറ വയ്ക്കുന്നു. കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. സങ്കീർത്തനം 50:23 പറയാണ്, ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിന്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കുന്നു. നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളുടെ പല ആഗ്രഹങ്ങളുണ്ടല്ലോ. പ്രത്യേകിച്ചും നമുക്ക് എപ്പോഴും നല്ല ആരോഗ്യം വേണം. എല്ലാവരും നമ്മളോട് പ്രശ്നമൊന്നും ഉണ്ടാക്കാം. ജോലിയിലും വീട്ടിലും ഒക്കെ എല്ലാവരും നമ്മളെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. നമ്മൾ ക്രിസ്ത്യാനി ആയിരിക്കുന്നതുകൊണ്ട് ലോകം മുഴുവൻ നമ്മളെ ആദരിക്കണം, ബഹുമാനിക്കണം, അല്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഈശോയും നമ്മോട് പറയുന്നത്, മർക്കോസ് 10-ാമത്തെ അധ്യായത്തിൽ പത്രോസ് ഈശോയോട് ചോദ്യം ചോദിക്കുകയാണ്, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്റെ പുറകെ വന്നിരിക്കുകയാണ് കർത്താവേ. പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ, മർക്കോസ് 10:28 പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. എല്ലാവരും നമ്മളെല്ലാം ദൈവമേ നിന്നെ ഇഷ്ടം നിറവേറി ഞാനിതാ വന്നിരിക്കുന്നു, ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതിപദിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ, അല്ലെങ്കിൽ നമുക്കത് പ്രശ്നം, നമുക്ക് വീട് കിട്ടിയില്ല, സ്ഥലം കിട്ടിയില്ല, നമ്മുടെ മറ്റു പലതും, നമ്മുടെ എല്ലാം ദൈവനാമത്തിൽ, ദൈവമേ നിന്നെ ഞാൻ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒന്നാമതായി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ ദൈവമേ. ഒന്നാമത്തെ കൽപ്പന ഇതാണല്ലോ. എൻ്റെ നാമത്തെ പ്രതി പറമ്പും തോട്ടവും കാശും ബാങ്ക് ബാലൻസും ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പം, അതൊക്കെ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ആവശ്യമാണ്, ജീവിക്കാൻ അതൊക്കെ ആവശ്യം. പക്ഷേ അതിലല്ല നമ്മുടെ ചിന്ത. ദൈവമേ നീയാണ് എല്ലാം തന്നത്, നീയാണെല്ലാം തന്നത്. നിന്നേക്കാൾ വലുതായിട്ട് ആരുമില്ല, നിന്നേക്കാൾ വലുതായി ഒന്നുമില്ല. എൻ്റെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നു. എന്നാൽ അവരെ ഉപേക്ഷിക്കാന്നുള്ളതല്ല. ദൈവസ്നേഹത്തിലും ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് അവരെല്ലാം ദൈവമേ നീ എനിക്ക് തന്ന, നമ്മളെപ്പോഴും ചിന്തിച്ചാണ്, എൻ്റെ ഭാര്യ എനിക്ക് തന്നത് നീയാണ് ദൈവമേ, എൻ്റെ ഭർത്താവിനെ എനിക്ക് തന്നത് നീയാണ്. കുഴപ്പങ്ങളും കുറവുകളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ എന്നിലൂടെ എൻ്റെ ജീവിത പങ്കാളിയിലേക്ക് സ്വർഗം തന്നെ തുറക്കുന്ന വലിയ ആ സാന്നിധ്യം വിശ്വാസത്തോടെ ഞാൻ കാണുന്നു. കർത്താവേ നീ അവളെ രക്ഷിക്കുമെന്ന് തോബിയാസിനോട് സാറ എന്ന പെൺകുട്ടി ശാപഗ്രസ്തിയാണെന്ന് പറഞ്ഞപ്പോൾ ദൂതൻ പറഞ്ഞതാണ്, ഇല്ല, നീ അവളെ രക്ഷിക്കും. നമ്മുടെ ജീവിത പങ്കാളിയെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള വലിയൊരു ദൗത്യം നമ്മൾ അറിയണം. വചനമാണിത്. നമ്മളിന്ന് എല്ലാം ഒരു ചടങ്ങ് പോലെയാണല്ലോ. ഞാൻ പറഞ്ഞതുപോലെ ബലിയർപ്പണം, മറ്റു പലരും നല്ല നോയമ്പെടുത്ത് ഉപവാസം എത്ര സ്ട്രിക്റ്റ് ആയിട്ടാണ് ഒരു നോയമ്പൊക്കെ എടുക്കുന്നത്. നമ്മളാകപ്പാട് 50 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇപ്പോൾ ചെയ്യുന്ന ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല കേട്ടോ, പലതും പറഞ്ഞ് പലർക്കും എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന തിന്മ പ്രവൃത്തികളുണ്ടല്ലോ, അതെല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് 50 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആ കാഴ്ചപ്പാടുണ്ടല്ലോ, അത് ദൈവത്തിന് കാണാം. നമ്മുടെ ബലിയും നമ്മുടെ നോയമ്പൊന്നും ദൈവത്തിന് സ്വീകാര്യമല്ല. ഞാൻ പറഞ്ഞു, മറ്റു പലരും ഭയത്തോടെയാണ് അവർ കുളിച്ചൊരുങ്ങി തലയ്ക്ക് അല്ലെങ്കിൽ തലയിൽ കെട്ടുമൊക്കെ ആയിട്ട് ഭയത്തോടെയാണ് അവിടെ വരെ എത്താൻ പറ്റുമോ എന്നുള്ള ഭയത്തോടെ വിശുദ്ധിയിലാണ് അവർ പോകുന്നത്. ഞാൻ ഓർപ്പിച്ചു, ഈ പ്രത്യേകിച്ച് ശബരിമലയ്ക്ക് പോകുന്നവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ 4-1 ഒരുക്കം നമുക്കുണ്ടോ ഈ നോമ്പിലേക്ക് പ്രവേശിക്കുന്നത്? ഇവൻ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്നപ്പോൾ തന്നെ സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവർ ഇടയ്ക്ക് പോയി തുപ്പ. ഞാൻ പറയുന്നത് വേറെ രീതിയിലല്ല കേട്ടോ, നമ്മൾ ചിന്തിക്കരുത്, അത്രയും സ്ട്രിക്റ്റ് ആണ്. നമുക്കിന്ന് ദൈവ ഭയമില്ല, ദൈവത്തെ ബഹുമാനമില്ല.
നമ്മളിന്ന് പരസ്പരം വാശിയും വഴക്കും വിദ്വേഷവും വെറുപ്പും ഒക്കെ ആയിട്ടാണ് നമ്മളിന്ന് ബലിയർപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ നോമ്പിലേക്ക് പ്രവേശിക്കുന്നത് വേണ്ട അതുപോലൊക്കെ തന്നെയാണ്. ഇതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങളെക്കാളിലൊക്കെ മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വന്ന അവരൊക്കെ ആയിരിക്കും, അവരെ യേശുവിനെ അറിയാത്തവർ. നിങ്ങളവിടെ വരുമ്പോൾ, നിങ്ങൾക്ക് മുമ്പേ അവരോട് ഇരിക്കുന്ന കാണുമ്പോൾ അവിടെ പല്ലുകടിയും ദേഷ്യവും ഒക്കെ നിൽക്കൊണ്ടാ എങ്ങനെ ഇവരിവിടെ എത്തിയെന്ന്. പ്രവൃത്തി മൂലം അവർ ദൈവത്തെ അറിഞ്ഞിരുന്നില്ല, പക്ഷേ അവർ ദൈവത്തെ അറിയാൻ തക്കവണ്ണമുള്ള പ്രവൃത്തി അവർ ചെയ്തിരുന്നു. അവരുടെ നോമ്പൊക്കെ വളരെ നല്ലതായിട്ട് അവർ ചെയ്തിരുന്നു. നമ്മൾ ഈ 50 നോമ്പ് ദൈവമേ ഒന്ന് അനുതാപത്തോടെ വിശുദ്ധിയോടെ നിന്നെ അറിയുന്ന, നിന്റെ സ്നേഹം വെളിപ്പെടുത്തുന്നത് ഞങ്ങൾക്ക്, എൻ്റെ ദൈവമേ, ഞങ്ങൾക്ക് നിന്റെ വായിൽ ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറയുന്നത് കേൾക്കാൻ ഇടയാകരുതേ. ഈ 50 നോയമ്പ് നിന്റെ സ്നേഹം അറിയാൻ, സ്നേഹത്തോടെ വിശുദ്ധിയോടെ കൃപയിലായിരിക്കാൻ. നമുക്ക് ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, പത്രോസിനോട് ഈശോ പറഞ്ഞു, നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ ചില ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ മറ്റു പലതും പല കാര്യങ്ങളും യേശുവിന് വേണ്ടി ഉപേക്ഷിക്കുന്നവർ, ത്യജിക്കുന്നവർ ആർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. ഭവനങ്ങളും എന്ന് പറഞ്ഞാൽ മറ്റനേക ജീവിതങ്ങളെ അനേക ഭവനങ്ങളെ യേശുവിന് വേണ്ടി നേടാനുള്ള വലിയ കൃപയിലേക്ക് ദൈവം നമ്മളെ ഉയർത്തും. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും, മാതാക്കളും വയലുകളും, മക്കളും വയലുകളും, അവയോടൊപ്പം ഇത് ചിന്തിക്കേണ്ട കാര്യമാണ്. മർക്കോസ് 30 ഒടുവിൽ അവയോടൊപ്പം പീഡനങ്ങളും. ഇത് നമ്മൾ പ്രതീക്ഷിക്കാവുന്ന, യേശുവിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് നമ്മളുടെ അനേകർ നമ്മളെ പീഡിപ്പിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നവരൊക്കെ, നമ്മൾ വരുന്നവരൊക്കെ നമ്മളെ പീഡിപ്പിക്കും. കാരണം ഇത് വലിയൊരു മേഖലയാണ് പ്രിയമുള്ളവരെ. അതോടൊപ്പം ദൈവം അനേക അനുഗ്രഹം നമുക്ക് തരും. നമ്മളുടെ യേശുവിൻ്റെ ആത്മാവ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ സാത്താൻ നമ്മളെ പീഡിപ്പിക്കും. അനേകരിലൂടെ നമ്മൾ തിരിച്ചറിയണം. യേശുവിനോട് ചേർന്ന് നിൽക്കുന്നത് ലാഭമാണ് എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ രീതിയിൽ ലാഭമാണെന്ന് നമ്മൾ ധരിക്കരുത്. എന്ന് പറയുന്നത് ഭയപ്പെടുത്താനല്ല, അത് കൃപയാണ്. എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് പറഞ്ഞ സഹനങ്ങളുണ്ടാകും, പക്ഷെ അത് വലിയ കൃപയുടെ ആണ്. അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യ ജീവനും. എന്നാൽ മുമ്പന്മാരിൽ പലരും പിമ്പന്മാരും, പിമ്പന്മാരിൽ പലരും മുമ്പന്മാരുമാകും. ഞാനീ പറഞ്ഞ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തവരൊക്കെ ആയിരിക്കും ദൈവരാജ്യത്തിൽ നമ്മളവിടെ ചെല്ലുമ്പോൾ എൻ്റെ ദൈവം ഇവരൊക്കെ എങ്ങനെ ഇവിടെ വന്നു, ഞാൻ വിചാരിച്ചത് ഞാനായിരിക്കും അവിടെ ചെല്ലുന്നത്. നമ്മുടെ ജീവിതം ഒന്ന് മാറ്റിമറിക്കാൻ, ചിന്തിക്കാൻ പ്രിയമുള്ളവർ. ക്രിസ്തുവിനെ അറിയുന്നെന്ന് പറയുന്നത് നമ്മൾ അറിയാത്തവരെക്കാൾ എത്രയോ പിറകിലാണ്. നമ്മൾ ഒന്ന് അനുതാപത്തോടെ സ്നേഹത്തോടെ ഒന്ന് ചിന്തിക്കാൻ, കർത്താവിൻ്റെ ഈ സ്വരം ഒന്ന് കേൾക്കാൻ. പരിശുദ്ധ പരമാ ദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.